രാജ്യത്തെ MLA-മാരിൽ 44% പേരും BJP-യിൽ. NDA വളർന്നു, പ്രതിപക്ഷം തളർന്നു. രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെ നിയമസഭ BJP-യുടെയും NDA സഖ്യത്തിന്റെയും സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിച്ചതായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ പ്രധാന പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ അംഗസംഖ്യയിൽ വലിയ ഇടിവുമുണ്ടായിരിക്കുകയാണ്. ആകെ 4123 MLA-മാരിൽ BJP-യുടെ വിഹിതം 37.16%. രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ നിന്നും 43.97% ഉയർന്നുവെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ പറയുന്നത്. 2024 പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് BJP-ക്ക് 1532 MLA-മാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത് 1813 വർദ്ധിച്ചിട്ടുണ്ട്. NDA സഖ്യത്തിന്റെ ആകെ MLA-മാരുടെ എണ്ണം 2096 നിന്നും 2530 ഉയരുകയും ചെയ്തു. പശ്ചിമ ബംഗാളിലും അസമിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയമാണ് NDA-യുടെ ഈ മുന്നേറ്റത്തിന് പ്രധാന കാരണം. തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് പുറമെ സഖ്യത്തിലെ വില്ലകളും പ്രതിപക്ഷത്തിന് വലിയ ആഘാതമായി. ഇന്ത്യ മുന്നണിയുടെ MLA വിഹിതം 38.88% നിന്നും 24.58% കുറഞ്ഞു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രമുഖ പാർട്ടികൾ സഖ്യം വിട്ടത് ഇത് ആക്കം കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 18 MLA-മാരെ നഷ്ടപ്പെട്ടപ്പോൾ DMK, RJD, AAP എന്നീ പാർട്ടികൾക്ക് യഥാക്രമം 75, 51, 37 എന്നിങ്ങനെ MLA-മാരെ വീതം നഷ്ടമായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ വലിയൊരു പിളർപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. പാർട്ടിയിലെ വിമത നീക്കം BJP-ക്ക് പശ്ചിമ ബംഗാളിൽ കൂടുതൽ കരുത്ത് പകരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തൃണമൂൽ നേരിടുന്ന ഈ തകർച്ച പാർലമെന്റിലും BJP-യുടെ നില ഭദ്രമാക്കാൻ സഹായിച്ചേക്കും. അതേസമയം ഇരു സഭകളിലും ഉൾപ്പെടാതെ നിൽക്കുന്ന പാർട്ടികളിലെ MLA-മാരുടെ എണ്ണം കഴിഞ്ഞ 2 വർഷത്തിനിടെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് 7.79% നിന്നും 13.66% ഉയർന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസ് MP കാകോലി ഘോഷ് ദസ്തിദാറിന്റെ മകനും മനോരോഗ വിദഗ്ധനുമായ ഡോക്ടർ ബൈദ്യനാഥ് ഘോഷ് ദസ്തിദാർ പാർട്ടിയിലെ നിരവധി മുതിർന്ന നേതാക്കൾക്കെതിരെ നിയമ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് അദ്ദേഹം നിയമപരമായ നോട്ടീസ് അയച്ചു. മമതാ ബാനർജിക്ക് പുറമെ MP-മാരായ കല്യാൺ ബാനർജി, സൗഗത റോയ്, മഹുവ മൊയ്ത്ര, പാർട്ടി നേതാവ് സൊണാലി ഗുഹ എന്നിവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. താൻ ബരാസത്ത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പാർട്ടി ടിക്കറ്റ് ചോദിച്ചിരുന്നുവെന്ന അവകാശവാദങ്ങൾ പിൻവലിക്കണമെന്നും തന്റെ കുടുംബത്തിന് നേരെ നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് പരസ്യമായി മാപ്പ് പറയണമെന്നുമാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനോട് കൃത്യമായി പ്രതികരിച്ചില്ലെങ്കിൽ മാനനഷ്ട കേസുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് പൂജ ശുക്ല മുഖേന ഫയൽ ചെയ്ത നോട്ടീസിൽ ബരാസത്ത് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനോ MLA നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനോ താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ മാതാവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഭിന്നതകൾക്ക് കാരണം തന്റെ തെരഞ്ഞെടുപ്പ് മോഹങ്ങളാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. താനും സഹോദരനും അമ്മയും പതിവായി മദ്യപിക്കാറുണ്ടെന്ന സൊണാലി ഗുഹയുടെ ആരോപണങ്ങളെയും അദ്ദേഹം കടുത്ത ഭാഷയിൽ നിഷേധിച്ചു. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മികച്ച അക്കാദമിക ക്ലിനിക്കൽ പശ്ചാത്തലമുള്ള ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ് താനെന്നും ഈ ആരോപണങ്ങൾ തന്റെ പ്രശസ്തിക്ക് വലിയ ദോഷം വരുത്തിയെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം രാഷ്ട്രീയ കൺസൾട്ടൻസി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് തന്നെ നിരന്തരം സമീപിച്ചിരുന്നതായും നോട്ടീസിൽ അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയ ചർച്ചകളിലേക്ക് തന്നെ വലിച്ചിഴക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഉന്നയിച്ച അപകീർത്തികരമായ പരാമർശങ്ങളെല്ലാം പിൻവലിക്കണമെന്നും ഭാവിയിൽ തന്നെക്കുറിച്ച് പൊതുവേദികളിൽ സംസാരിക്കുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ ആരോപണങ്ങൾ എന്നത് ശ്രദ്ധേയമാണ്. ബൈദ്യനാഥ് ഘോഷിന്റെ അമ്മയും മുതിർന്ന TMC MP-യുമായ കാകോലി ഘോഷ് അടുത്തിടെ പാർട്ടിയുടെ പ്രധാന സംഘടനാ ചുമതലകളിൽ നിന്നും രാജിവെച്ചിരുന്നു. മമതാ ബാനർജിയുടെ ദീർഘകാല സഹപ്രവർത്തകയായ കാകോലി ഘോഷ് പാർട്ടി നേതൃത്വത്തിനെതിരെ തന്റെ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.